ദൈവനാമത്തിന് ഒരു പ്രാവശ്യം കൂടെ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ വർഷത്തിൻ്റെ ആദ്യ ഞായറാഴ്ചയിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ്. ഈ ആഴ്ചയുടെ ഒന്നാം ഞായറാഴ്ചയാണ്. ഹല്ലേലൂയ. നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവർ പലരും ഈ ലോകത്തു നിന്ന് മാഞ്ഞുപോയി. അനേകർ രോഗത്തിൻ്റെ പിടിയിൽ അമർന്ന് മാരകമായ രോഗങ്ങളാൽ ആശുപത്രികളിൽ കഴിയുന്നു. സ്വസ്ഥതയും സമാധാനവും എന്തെന്നറിയാതെ പലരും നെടുവീർപ്പിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ഉറങ്ങുവാൻ കഴിയുന്നില്ല. അനേകരുടെ ഫോൺ കോൾ എനിക്ക് വരുന്നത് കൊണ്ടാണ് ഈ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനക്കാരൻ 103-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവാന്തരംഗമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങളൊന്നും മറക്കരുത്. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിലേക്ക് നോക്കി ദൈവം ചെയ്ത നന്മകൾക്ക് ഒരു ഹല്ലേലൂയ നമുക്ക് പറയാം. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവ് എത്ര നല്ലവനായി. ഹല്ലേലൂയ. നമ്മളെ കരുതിയ ദൈവം, ആപത്തുകൾ അനർത്ഥങ്ങൾ നമ്മുടെ മുമ്പിലൂടെ തൊട്ടില്ല എന്ന് പാസ് ചെയ്ത് പോയിട്ടില്ലേ? അവിടെയെല്ലാം അദൃശ്യമായ ഒരു കരങ്ങൾ നമ്മളെ താങ്ങി. എൻ്റെ ജീവിതത്തിൽ എനിക്ക് അത് വളരെ സ്പഷ്ടമായിട്ട് പറയാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ തലമുറകളെയും എല്ലാം ദൈവം തൻ്റെ ശെഖാനായ്ക്കുള്ളിൽ പൊതിഞ്ഞ് ഓരോ നിമിഷവും കാക്കുന്നു. അതെല്ലാം നമുക്കൊന്നും പറയുവാനില്ല. അതിഭയങ്കരമായ കൊടും തണുപ്പിനാൽ ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ പല രാജ്യങ്ങളും ആയിരിക്കുമ്പോൾ ഇതുവരെ ഐസ് പെയ്യാതെ ഇവിടെ തണുപ്പിച്ചിട്ട് കൂടുതലുണ്ടെന്ന് പറഞ്ഞാലും ഐസ് പെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ യാത്ര വളരെ ദുസ്സഹമാണ്. അല്ലേ സജി ബ്രദറെ? നമ്മൾ നിയന്ത്രിക്കുന്നിടത്തൊന്നും നിൽക്കുകയില്ല. ഈ ഒരു 10 വർഷത്തിനിടെ ഇതുപോലൊരു മഞ്ഞ് അമേരിക്കയിലും കാനഡയിലും പെയ്തിട്ടില്ല. അതായത് 2 മീറ്റർ 2.5 മീറ്റർ ഉയരത്തിലാണ് ഐസ് കിടക്കുന്നത്. നമ്മളെ ഇത്രത്തോളം ദൈവം സഹായിച്ചു. ഹല്ലേലൂയ. ഈ കഴിഞ്ഞ വർഷമാണെന്ന് പറഞ്ഞാലും ഒരു 10 വർഷ കാലയളവിന് ഇടയിൽ ഏറ്റവും വലിയ വേനൽക്കാലമായി. നമുക്ക് ഈ രാജ്യത്തിന് വേണ്ടി കരയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. ഈ സങ്കീർത്തന ഭാഗത്തിലേക്ക് വരുമ്പോൾ ഇതും ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. താൻ ആടുകളെ മേയിച്ചുകൊണ്ട് മരുഭൂമി കൂടെ ഇങ്ങനെ നടന്ന സന്ദർഭങ്ങളിൽ ഉയരത്തിലേക്ക് നോക്കി ദൈവത്തിൻ്റെ സൃഷ്ടികളെ വർണ്ണിക്കുന്ന ഒരു സങ്കീർത്തനമാണ് 19-ാം സങ്കീർത്തനം. അതിൻ്റെ ആദ്യത്തെ വാക്യം നമ്മളിങ്ങനെ വായിക്കുമ്പോൾ ഹല്ലേലൂയ, ആ ഒരു വാക്യം തന്നെ നമ്മൾ എടുത്ത് ആഴമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ദൈവത്തെ കാണുവാൻ കഴിയും. ആമേൻ. മരത്തെയോ മണ്ണിനെയോ അല്ല നമ്മൾ സേവിക്കുന്ന ദൈവം. ജീവനുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ജീവനുള്ളതായിട്ട് നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു വാക്യം തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കും എന്ന് പറഞ്ഞാൽ ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. സങ്കീർത്തനക്കാരൻ പറയുന്നു. ദൈവമില്ല എന്ന് പറയുന്നവനെ തെളിഞ്ഞ നീലാകാശത്തിൻ്റെ നടുവിൽ രാത്രിയിൽ
കാണുന്ന നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും പതുക്കെ അവൻ്റെ തോളത്ത് കൈയിട്ട് പുറത്തിറക്കി മേലോട്ട് നോക്കാൻ പറഞ്ഞു. ഇത് നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി കോടാനകോടി ഗ്രഹങ്ങൾ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ വേണ്ട. അതിലൊരു ചെറിയ കടുകുമണി മാത്രമേ. അതിൽ വസിക്കുന്ന മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മളെ കണ്ടു എന്ന് പറയുന്നത് നമ്മുടെ ശരീര സൗന്ദര്യം നോക്കിയിട്ടാണ്, നമ്മുടെ സമ്പത്ത് നോക്കിയിട്ടാണ്, നമ്മുടെ കേപ്പബിലിറ്റി നോക്കിയിട്ടാണോ? ദൈവം നമ്മളെ സ്നേഹിച്ചത് ദൈവത്തിൻ്റെ ആത്മാവ് ഈ മൺകൂടാരങ്ങളിൽ ദൈവം പകർന്നതുകൊണ്ടാണ്. ഹല്ലേലൂയ. മൺകൂടാരങ്ങളിൽ എന്ന് പറയുമ്പോൾ അതിനെപ്പറ്റി ആഴമായിട്ട് ചിന്തിക്കുകയാണെന്ന് വരികിൽ ഈ മൺകൂടാരം ഒരു നാളിൽ ഈ മണ്ണിലോട് തന്നെ ചേരുന്നതാണ്. അതിന് യാതൊരു വിലയില്ല. വില പലപ്പോഴും കാണുന്നവരൊക്കെ കാണും. ചിലർ പറയും ആരോഗ്യമില്ലെങ്കിൽ ഒന്നുമില്ല. ശരിയാ, ആരോഗ്യമില്ലെന്ന് വരെ ജീവിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ഇല്ല. പക്ഷേ ഉള്ളിൽ ദൈവം തന്നിരിക്കുന്ന ദൈവത്തിൻ്റെ ആത്മാവ്, ഹല്ലേലൂയ, അത് ദൈവത്തോട് അനുരൂപമായി തീർന്നിട്ടുണ്ടോ? അതാണ് ഈ ലോകത്തിലേക്കും ഏറ്റവും ദൈവം ആഗ്രഹിക്കുന്നതും ഏറ്റവും വിലയുള്ള സംഗതി. ഈ ഭാഗങ്ങളൊക്കെ നമ്മളിങ്ങനെ പഠിക്കുമ്പോൾ പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടും അതിൻ്റെ അളവ് നൂലും, ഭൂതലത്തിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അവിടെ സൂര്യന് ഒരു കൂടാരം അടിച്ചിരിക്കുന്നു. ഈ ഭാഗങ്ങൾ സാധാരണക്കാർ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും മനസ്സിലാകും. ഇവിടെ പറയുന്നത് പകൽ പകലിന് വാക്ക് പൊഴിക്കുന്നു, രാത്രി രാത്രിക്ക് അറിവ് കൊടുക്കുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. 1000 ഹോഴ്സ് പവറുള്ള ഒരു മോട്ടോർ പ്രവർത്തിപ്പിച്ചാൽ വലിയ ഫാക്ടറികളിലൊക്കെ ഒരുപാട് ജോലികൾ അത് ആ മോട്ടോർ വർക്ക് ചെയ്യുന്നത് കൊണ്ട് ചെയ്യാൻ പറ്റും. ആ മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ അത് അലർട്ടാണ്, ഭയങ്കരമായ ശബ്ദം അവിടെ നിന്നുണ്ടാവും. വളരെ സൂക്ഷിച്ച് അതിൻ്റെ അടുത്ത് നിന്ന് പെരുമാറണം, അല്ലെങ്കിൽ അപകടമാണ്. പ്രത്യേകിച്ച് അതിൻ്റെ ശബ്ദം എന്ന് പറയുന്നത് ഇയേഴ്സൊക്കെ വളരെ പ്രൊട്ടക്റ്റ് ചെയ്തിട്ടാണ് അതിൻ്റെ മുമ്പിൽ നിന്ന് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഇത്രയും പറയുവാനായിട്ട് കാര്യം, ഈ അണ്ടകടാകങ്ങൾ എന്നതാണെന്ന് നമുക്കറിയാമെന്നില്ല. അത്ര വലിയൊരു പ്രപഞ്ചമാണ്. ഈ ഭൂമി ഒരു ദിവസം ഇങ്ങനെ കറങ്ങുമ്പോഴാണ് രാത്രിയും പകലും ഉണ്ടാകുന്നില്ലേ? 23.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ഇങ്ങനെ ചെരിഞ്ഞ് നിൽക്കുക. അതൊന്ന് ഓർത്ത് നോക്കി. ഗാലക്സിയുടെ ഫോട്ടോ നോക്കിയാൽ കാണാൻ പറ്റും. 9 നവഗ്രഹങ്ങളാണ്, അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞ് ഭൂമി ഇങ്ങനെ നിൽക്കുക. സ്വയം ഇങ്ങനെ കറങ്ങുന്നതോടൊപ്പം രാത്രിയും പോലും ഉണ്ടാകുന്നു. അത് ഈ നവഗ്രഹങ്ങൾ വലിയ ഗ്രഹമായ നക്ഷത്രത്തെ, അതൊരു ഭൂമിയോ ഒന്നുമല്ല, സ്വയം പ്രകാശിക്കുന്ന, കത്തി തീർന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ഗോളമാണ് സൂര്യൻ. ആ സൂര്യനിൽ 100 ഭൂമിയെ ഉൾക്കൊള്ളുവാനുള്ള വലുപ്പം ഉണ്ടെന്നാണ് പറയുന്നത്. അത് കത്തിത്തീരും. അത് വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്.
അത് എന്ന് കത്തി തീരുന്നോ സൂര്യൻ ഇല്ലാതെ പോകും എന്ന് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ആകാശവും ഭൂമി ഇതെല്ലാം ചുട്ടെഴുവാൻ ഉണ്ടാക്കിയിരിക്കുന്നു. ഇതെല്ലാം തീരുന്നതാണ്. തീരാത്തതായിട്ട് ഒന്നേ ഉള്ളൂ. അതല്ല മനുഷ്യൻ്റെ ആത്മാവ്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഹല്ലേലൂയ. ജീവനില്ലെന്ന് വരെ നമുക്കിങ്ങനെ പറയാനോ ചിന്തിക്കാനോ ഓടി നടക്കാനോ വല്ലതും പറ്റുമോ? അടുത്ത 24 മണിക്കൂറിനുള്ളിൽ കൊണ്ടുപോയി കല്ലറയ്ക്കകത്ത് കൊണ്ട് വെച്ച് നല്ല നാറ്റം വരാതിരിക്കാൻ സിമെൻ്റ് ഇട്ട് നല്ലവണ്ണം ബന്ധവുസാക്കിയിട്ട് സ്വന്തം ഭാര്യ അവിടുന്ന് കടന്നു പോകും. ഇല്ലേ? ജീവനില്ലെന്ന് വരും. ആ ജീവന്റെ കാര്യമാണ്. ഹല്ലേലൂയ. ഇത്രയും വലിയ അണ്ഡഘടാകങ്ങൾ, ഒരു 1000 ഹോഴ്സ് പവർ ഉള്ള ഒരു മോട്ടോർ വർക്ക് ചെയ്യുമ്പോൾ എന്തൊരു ശബ്ദമുണ്ട്. ഇത്രയും വലിയ അണ്ഡഘടാകങ്ങൾ ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്ന് ഓർത്തോണം. ഹല്ലേലൂയ. ഈ ആകാശത്ത് കിടന്നിങ്ങനെ വട്ടം കറങ്ങുമ്പോൾ ഒരു ശബ്ദവും കേൾക്കാനില്ല. ഹോ, ഹല്ലേലൂയ. എന്നാൽ ചിന്തിക്കുന്നവന് വലിയൊരു അത്ഭുതമാണത്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം കേൾപ്പാനുമില്ല. ഭൂമിയിൽ എല്ലായിടവും അതിൻ്റെ അളവ് നൂലും, ഭൂതലത്തിൽ അതിൻ്റെ അറ്റത്തോളം അതിൻ്റെ വചനങ്ങളും ചെല്ലുന്നു. അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഒരു ശബ്ദവുമില്ലാതെ ഇതിങ്ങനെ കറങ്ങുന്നത് കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. അതിൻ്റെ സംക്ഷിപ്ത രൂപ. ഭൂമി ഒരു ദിവസം കറങ്ങാതെ നിന്ന് നോക്കട്ടെ, ജീവൻ കാണുമോ ഇവിടെ? ഇല്ല. കാരണം ഈ അറ്റ്മോസ്ഫിയർ തന്നെ മാറിപ്പോവും. അറ്റ്മോസ്ഫിയർ ഉണ്ടായിട്ടും കാര്യമില്ല, ഓക്സിജൻ വേണം, ഇല്ലേ? അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് ശ്വസിക്കാതെ ഒരു മനുഷ്യൻ നിൽക്കാൻ നോക്കൂ. ദൈവത്തിൻ്റെ പ്രവൃത്തി. ഹല്ലേലൂയ. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. ആമേൻ. ഇത്ര വലിയൊരു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ദൈവം തൻ്റെ ആത്മാവിനെ മൺമയമായ, ഹല്ലേലൂയ, ഈ മൺകൂടാരത്തിൽ പകർന്നു തന്നു എന്നുള്ളത് കൊണ്ടാണ് എൻ്റെ കർത്താവ് ഈ ഭൂമിയിൽ എന്നെ തേടി ഇവിടെ വന്നത്. എനിക്ക് വേണ്ടി ആ കുരിശിൽ, ഹല്ലേലൂയ, 2 കള്ളന്മാരുടെ നടുവിൽ ആണികൾ അടിക്കപ്പെട്ടവനായി എന്നെ വീണ്ടെടുക്കുവാൻ, ഹല്ലേലൂയ, മരിച്ചു 3-ാം ദിവസം, ഹല്ലേലൂയ, അനേകം നോക്കി നിൽക്കെ ഉയർത്തെഴുന്നേറ്റ ദൈവമാണ്. ഇത്ര വലിയൊരു ദൈവത്തെ ഹൃദയം കൊണ്ടറിയുവാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചതാണ്. ഈ ലോകത്തിലേക്കും ഏറ്റവും വലിയ സംഭവം, ഹല്ലേലൂയ, ഏറ്റവും വലിയ ഭാഗ്യം എനിക്ക്. അനേകരെ ദൈവത്തെ അറിയാതെ പാപത്തിൽ ജീവിച്ച്, ഹല്ലേലൂയ, പാപത്തിനടിമയായി, ഹല്ലേലൂയ, അതിൻ്റെ മേളിലുള്ള അധ്യായത്തിൽ പറയുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം അതിൻ്റെ 25-26 വാക്യങ്ങൾ നമുക്കിന്ന് വായിക്കാം. ഹല്ലേലൂയ. ആ ആ ആ ആ അടുത്ത വാക്യം കൂടെ. ആ ഹല്ലേലൂയ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുക. എത്ര ആക്യുറേറ്റ് ആയിട്ടാണ് ഈ സങ്കീർത്തനക്കാരൻ ദൈവത്തിൻ്റെ ഇടപെടലിനെ ഇവിടെ എഴുതി വച്ചിരിക്കുന്നു. ബുദ്ധിയുള്ള മനുഷ്യൻ അത് ചിന്തിക്കും. ഓരോരുത്തരുടെ ഓരോ ദിവസത്തെ ജീവിതം കടന്നു പോകുന്നത്
ഞാൻ മാറി നിന്ന് ചിന്തിക്കുകയാണെന്ന് വരിൽ ഒരു പേ പിടിച്ച പട്ടി പോകുന്നതല്ല. ഒരു ബോധവുമില്ല. എന്തിനെല്ലാവോ വേണ്ടി അവൻ പരക്കം പായുകയാണ്. ഹല്ലേലൂയ. എന്നിട്ടൊന്നും കിട്ടുന്നുമില്ല, സംഭവിക്കുന്നുമില്ല. രാത്രി വീട്ടിൽ വന്ന് കയറുമ്പോൾ നിരാശയോടെയാണ്. ആമേൻ. എന്നാൽ വചനം എത്ര വ്യക്തമായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. ഹല്ലേലൂയ. ജീവിതം രൂപാന്തരപ്പെട്ട് കഴിഞ്ഞാൽ ദൈവത്തെ മനസ്സിലാക്കി അവൻ അവൻ്റെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകും. പിന്നെ അവൻ കള്ളം പറയുക. ഹല്ലേലൂയ. നീതി മാത്രമേ ചെയ്യുകയുള്ളൂ. പട്ടിണി കിടന്നാലും തല പോയാലും സത്യം മാത്രമേ അവൻ്റെ വായിൽ നിന്ന് വരത്തുള്ളൂ. അവൻ്റെ പ്രവൃത്തിയിൽ അത് മാത്രമേ കാണുവാനുള്ളൂ. ഹല്ലേലൂയ. ആ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ വളരെ വ്യക്തമായിട്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു. അടുത്ത ഭാഗം ഇങ്ങനെ പറയുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. പേപ്പട്ടിയെ പോലെ ഓടി നടന്ന് ഹല്ലേലൂയ അവിടുന്നും കട്ടുവാരി ഇവിടുന്നും കട്ടുവാരി ജീവിതത്തെ കരുപ്പിടിപ്പിക്കാമെന്ന് ചിന്തിക്കുന്ന ദുഷ്ട മനുഷ്യ, ബുദ്ധിയില്ലാത്ത മനുഷ്യ, നിന്നെക്കുറിച്ച് പറയുന്നത് ഒരു മനുഷ്യനല്ല ഇവിടെ പറയുന്നത്. വക്രനോ ദൈവത്തിൻ്റെ ഇടപെടൽ ഉണ്ടെന്ന് വരികില് വക്രനോട് വക്രത തന്നെ കാണിക്കും. നീതിമാന് ഒരിക്കലും നിലം പരിചാകയില്ല. ഹല്ലേലൂയ. ദൈവം അവനെ പ്രൊട്ടക്റ്റ് ചെയ്യും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ച് നടക്കുന്നവനെ നീ താഴ്ത്തും. ഹല്ലേലൂയ. ഈ അഖിലാണ്ടത്തെ സൃഷ്ടിച്ച ഈ ദൈവത്തെ കാണുവാനിടയായാൽ നിന്റെ ജീവിതം രൂപാന്തരപ്പെടും. നിനക്ക് പിന്നെ ടെൻഷനേ ഉണ്ടാകത്തില്ല. ഇത് ഞാൻ പറയുമ്പോൾ പലപ്പോഴും പലരും ചോദിക്കും, എൻ്റെ പൊന്നു പാസ്റ്ററെ, ഞാൻ ഈ വിശ്വാസത്തിൽ വന്നിട്ട് 10-40 വർഷമായി, ടെൻഷൻ ഒഴിഞ്ഞ ഒരു നിമിഷവും ഇല്ല. എന്ന് ചിലർ പറയുന്നുണ്ടെന്ന് വരി, നീ ഇത്രയും നാളും ഇവിടെ വരുവാൻ നിനക്ക് ആരോഗ്യം തന്നതാണ്. നീ എന്തിനാ ഭാരപ്പെടുന്നത്? നിന്റെ ഭാരത്തെ ഇറക്കി വെക്കുവാൻ, നിന്റെ ഭാരത്തെ ഇങ്ങോട്ട് തരുവാൻ ആവശ്യപ്പെട്ട് 2 കൈ നീട്ടി ഒരാൾ നിൽക്കുക. ചില പണ്ടൊക്കെ ഈ ചന്തയ്ക്കൊക്കെ പോകുന്ന ആൾക്കാർ വലിയ ഭാരമെടുത്ത് ഇങ്ങനെ നടന്നു വെച്ച് ചിലയിടത്തൊക്കെ കണ്ടിട്ടുണ്ട്. ചുമട് താങ്ങി എന്ന് പറഞ്ഞൊരു സാധനം ഇല്ലേ? ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് ചുമട് താങ്ങിയായിട്ട് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുക. ഹല്ലേലൂയ. നിന്റെ ഭാരമല്ല എൻ്റെ മേലിട്ടുകൊള്ള, ഞാൻ നിന്നെ പുലർത്താം. എൻ്റെ പ്രിയ സഹോദര സഹോദരി, നിനക്ക് എടുക്കുവാൻ മേലാത്ത ഭാരവും ചുമന്നുകൊണ്ട് നീ ബസ്സിൽ കയറി അത് ചുമന്നുകൊണ്ട് നിന്നിട്ട് നിനക്ക് എന്തെങ്കിലും നിന്റെ ഭാരം ഹല്ലേലൂയ താഴെ വെച്ച് നിനക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കുവാനായിട്ട് എല്ലാ സ്ഥലവും ഉണ്ട്. നീ അത് ചുമട് ഹല്ലേലൂയ ചുമട് തലയെ വെച്ച് നിൽക്കുകയാണെങ്കിൽ എന്തോരു മണ്ടത്തരം. നിന്റെ കർത്താവ് മുമ്പിൽ നിൽപ്പുണ്ട്, അങ്ങോട്ട് നേൽപ്പിച്ചു കൂടെ. ഹല്ലേലൂയ. സ്തോത്രം. അത് വലിയൊരു പ്രോസസ്സാണ്, ചെറിയ പ്രോസസ്സല്ല. ഏൽപ്പിച്ചു കൊടുക്കണമെന്ന് ഒരു മുമ്പ് നിൽക്കുന്ന ദൈവത്തെ കാണണം. ഹല്ലേലൂയ. ഒരാളുടെ കയ്യിൽ ഒരു പാഴ്സൽ ഏൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ ആ മനുഷ്യനെ കാണണം, അല്ലാതെ ഏൽപ്പിക്കാൻ ഒക്കുവോ? ഇല്ല. ഉൾക്കണ്ണുകൊണ്ട് നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ കാണുവാൻ നിനക്ക് കഴിയണമെങ്കിൽ നിന്റെ സർവഭാരവും
മുറുകെ പറ്റുന്ന പാപവും ഹല്ലേലൂയ വിട്ടൊഴിഞ്ഞ് രൂപാന്തരപ്പെട്ട ഒരവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഹല്ലേലൂയ നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ നിനക്ക് ഉൾക്കണ്ണുകൊണ്ട് കാണുവാൻ കഴിയും. ആമേൻ. അന്ന് നിന്റെ എല്ലാ വിഷയത്തിനും മറുപടിയാവും. ഹല്ലേലൂയ. നാളുകളായിട്ട് ഹല്ലേലൂയ എഴുതി 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 കൂട്ടി വലിയ ഒരു ലിസ്റ്റ് കാണും പ്രാർത്ഥനയ്ക്ക്. അനേകരെ വിളിച്ച് പ്രാർത്ഥിപ്പിക്കുകയാണ്. ഈ വിഷയത്തിലൊന്ന് പ്രാർത്ഥിക്കണം. എൻ്റെ പ്രിയ സഹോദര സഹോദരി, എൻ്റെ കുഞ്ഞെ മോളെ, നീ എങ്ങും പോകണ്ട, ആരെയും വിളിക്കണ്ട. നിന്റെ മുമ്പിൽ നിൽക്കുന്ന ദൈവത്തെ ഹല്ലേലൂയ നിന്റെ ഉൾക്കൊണ്ടുകൊണ്ട് കാണുവാൻ സാധിക്കുന്നെങ്കിൽ ഇന്ന് വിടുതലാണ്. ഓ ആമേൻ. എന്തുകൊണ്ട് അതിന് കഴിയുന്നില്ല? നിരർത്ഥകമായ ചിന്തകൾ ഭാരവും പേറി ഹല്ലേലൂയ ഉള്ള മയക്കുമരുന്ന് മടിച്ച് കള്ളും കുടിച്ച് വീട്ടിൽ സ്വസ്ഥതയില്ലാതെ ഹല്ലേലൂയ ഓരോ നിമിഷവും നീ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യം. അപ്പാ ഹല്ലേലൂയ നിർമ്മലിനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ സങ്കീർത്തന ഭാഗത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമ്മൾ വായിച്ച് 19-ാം സങ്കീർത്തനമാണല്ലോ. ഹല്ലേലൂയ. അതിൻ്റെ 6-ാം വാക്യം വായിക്കാം. 19-ാം സങ്കീർത്തനത്തിൻ്റെ 6-ാം വാക്യം. ആ ആ ഒന്നുമില്ല. ഹല്ലേലൂയ. ആകാശത്തിൻ്റെ അറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും അതിൻ്റെ അറുതി വരെ അതിൻ്റെ അയനവും ആകുന്നു. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്ന ഒന്നുമില്ല. ഹല്ലേലൂയ. അതിന് വളരെ സിമ്പിളായിട്ട് ഒരു എക്സാമ്പിൾ പറയാം. നല്ല ആരോഗ്യത്തോടെ പച്ചപ്പോടെ നല്ല ഒരു പുൽ മൈതാനമായിട്ട് നമ്മൾ കാണുന്ന ഒരു സ്ഥലത്ത് നമ്മൾ ഒരു ചിക്കുപ കൊണ്ടുപോയി അവിടെ ഇടുക. ഒരു ദിവസമായി, 2 ദിവസമായി, 3 ദിവസമായി. പിന്നെ നമ്മൾ ഓർക്കുന്നു, അയ്യോ അതവിടെ നിന്ന് എടുത്തില്ലല്ലോ എന്ന്. നമ്മളത് അവിടെ ചെന്ന് അതവിടെ നിന്ന് എടുത്തിട്ട് മാറ്റി നോക്കുമ്പോൾ അറിയാം എന്താണ് അവിടെയുള്ള പുല്ല് മുഴുവൻ വെളുത്തിരിക്കുന്നതായിട്ട് കാണും. ഇല്ലേ? അത് ചത്തുപോയി. ഹല്ലേലൂയ. എന്തുകൊണ്ടാണെന്നറിയാമോ? ഫോട്ടോസിന്തസിസ് പ്രവർത്തനം അവിടെ നടക്കുന്നില്ല. അത് നടക്കണമെന്നൊരു സൂര്യപ്രകാശം വേണം. ഹല്ലേലൂയ. ഇരുട്ട് മുറിയിൽ 1 മാസം ഒന്ന് അടച്ചിടുകയാണ്, മനുഷ്യൻ ചത്തു. ഹല്ലേലൂയ. അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ആകാശത്തിൻ്റെ അറ്റത്ത് നിന്ന് അതിൻ്റെ ഉദയവും അറുതി വരെ അതിൻ്റെ അയനവുമാകുന്നു. അതിൻ്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. ഹല്ലേലൂയ. ദൈവം എത്ര അത്ഭുതമായിട്ടാണ് നമ്മളെ കാക്കുന്നതെന്ന് ഈ ദിവസങ്ങളൊന്ന് അടിവരയിട്ട് ചിന്തിക്കേണ്ടതാണ്. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് പ്രാണനെ തണുപ്പിക്കുന്നു. യഹോവയുടെ സാക്ഷ്യം വിശ്വാസ്യമാണ്, അത് അല്പബുദ്ധിയെ ജ്ഞാനിയാക്കുന്നു. ഈ ഒരൊറ്റ വാക്യം അടിവരയിട്ട് ഇതിനെപ്പറ്റി ഒന്ന് ചിന്തിക്കുകയാണെന്ന രീതിയിൽ ഒരു 2-3 മണിക്കൂർ പ്രസംഗിക്കാനുള്ള പ്രസംഗമുണ്ട്. യഹോവയുടെ ന്യായപ്രമാണം എന്ന് പറയുന്നത് ഈ വചനമാണ്. ഹല്ലേലൂയ. ഈ വചനമനുസരിച്ച് ജീവിക്കുകയാണെന്ന് വരികിൽ അത് പ്രാണനെ തണുപ്പിക്കുന്നു. അതിൻ്റെ അർത്ഥം എന്താ? ജീവിതത്തിൽ ടെൻഷൻ ഇല്ലാത്ത ഒരു ദിവസവുമില്ല. രോഗങ്ങൾ, ഭാരങ്ങൾ, ഇതെല്ലാം മനുഷ്യ ജീവിതത്തിലുള്ളതാണ്. പക്ഷെ ദൈവവചനം പറയുന്നത് എന്നാണെന്നറിയാവോ? ആ ന്യായപ്രമാണം അനുസരിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ
നിന്റെ പ്രാണന് തണുപ്പാണ്. ഹല്ലേലൂയ. പിന്നെ ജീവിതത്തിൽ എത്ര ടെൻഷൻ ഉണ്ടെങ്കിലും യഹോവയിരേ, ദൈവം കരുതിക്കൊള്ളും. 90-ാം വയസ്സിൽ നിനക്കൊരു മകൻ ഉണ്ടാവുമെന്ന് ദൂതൻ സാറായോട് പറഞ്ഞപ്പോൾ അവൾ ചിരിച്ചു. ഹല്ലേലൂയ. എന്നാൽ ആരാണ് പറഞ്ഞത്? ദൈവത്തിൻ്റെ ദൂതനാ പറഞ്ഞത്. ഹല്ലേലൂയ. ഒരു ഇസ്ഹാക്കിനെ കൊടുത്തു. ഇസ്ഹാക്കിനെ കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ദൈവത്തിൻ്റെ പ്രവൃത്തിയാണെന്ന് അബ്രഹാമും സാറായും തിരിച്ചറിഞ്ഞു. 1-2 വയസ്സല്ല, 27 വയസ്സോ 30 വയസ്സോ വല്ല ആണോ? 90-ാം വയസ്സിൽ. ഹല്ലേലൂയ. ആ കുഞ്ഞിനെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു അത്ഭുത വിഷയമാണ്. ഒരു സുപ്രഭാതത്തിൽ അബ്രഹാമിനോടും സാറയോടും ദൈവം പറയുകയാണ്, മോറിയ മലയിൽ പോയി നിന്റെ ഏകജാതനായ ഈ മകനെ ഹല്ലേലൂയ, ഹാഗാറിലുണ്ടായ കുഞ്ഞിനെയും ഹാഗാറിനെയും അവിടുന്ന് ഇറക്കി വിട്ടു ഇവൻ മൂലം. അതിൻ്റെ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് ഉൽപ്പത്തി പുസ്തകത്തിൽ പറയുന്നുണ്ട്. ആ ഭാഗത്തോട് പോകാൻ സമയം അനുവദിക്കുന്നില്ല. എന്നിട്ട് വാഗ്ദത്ത സന്തതിയായ ഇസ്ഹാക്കിനെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവനെ വളർത്തിക്കൊണ്ടിരിക്കുന്ന സന്ദർഭമാണ്. ഒരു കെട്ട് വിറക് ആ കുഞ്ഞിൻ്റെ തലയിൽ കൊടുക്കണമെന്ന് അവന് 10-15 വയസ്സായിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു കുഞ്ഞാണ്. നമുക്കറിയാം കുഞ്ഞുങ്ങളെ വളർത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട്. അവൻ്റെ തലയിലേക്ക് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ആ വിറകിട്ടെടുത്ത് വെക്കുമ്പോൾ ആ പിതാവിൻ്റെ ഹൃദയത്തിലൂടെ കടന്നു പോകുന്ന ആ ചിന്ത നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ഹല്ലേലൂയ. ആരാണ് പറഞ്ഞത്? ഇസ്ഹാക്കിനെ കൊടുത്ത ദൈവമാണ് പറഞ്ഞത്. അവനെ കൊണ്ടുപോയി മോറിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി യാഗം കഴിച്ചിട്ട് ഇറങ്ങി വരാൻ. അന്ന് ന്യായപ്രമാണ കാലത്ത് യാഗം ഉണ്ടായിരുന്നു, ദൈവത്തെ പ്രസാദിപ്പിക്കുക. ഇന്നതില്ല. ഇന്ന് പുതിയ നിയമപ്രകാരം നമുക്ക് വേണ്ടി കർത്താവ് ഈ ഭൂമിയിൽ വന്ന് തൻ്റെ ഏകജാതനായ പുത്രനെ ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമാക്കി. അന്ന് മുതൽ യാഗം തീർന്നു. പുതിയ നിയമകാലത്ത് നമുക്ക് വേണ്ടി മരിച്ച ദൈവം ഹല്ലേലൂയ നമ്മുടെ ന്യായപ്രമാണ യുഗത്തെ 2ആക്കി. ഹല്ലേലൂയ. നമ്മളിപ്പോൾ പുതിയ നിയമ യുഗത്തിലാണ്. അത് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ. ഹല്ലേലൂയ. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലൂടെ തൻ്റെ ഏകജാതനായ പുത്രനെ യാഗം കഴിക്കുവാൻ ദൈവം പറയുന്നുവെങ്കിൽ ഇപ്പോഴത്തെ കാലത്താണെന്ന് ഒരു എത്ര വിശ്വാസത്തിലൂടെ ജീവിക്കുന്നതാണെന്ന് പറഞ്ഞു കർത്താവ് വേറെ വല്ലതും പറയുകയാണ് ഞാൻ ചെയ്യാവുന്നത് ഇല്ലേ? ഹല്ലേലൂയ. കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, എല്ലാമുണ്ട്. ആ കുഞ്ഞിൻ്റെ തലയിലേക്ക് ഹല്ലേലൂയ ആ വിറകിട്ടെടുത്ത് വെക്കുമ്പോൾ ആ കുഞ്ഞൊരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ. അപ്പാ കത്തിയുണ്ട്, വിറകുണ്ട്, തീയുണ്ട്, എല്ലാമുണ്ട്. യാഗം കഴിക്കുവാനുള്ള ഉരുവ് എവിടെ? ആമേ. ആ ഒരു വാക്കിൻ്റെ മധ്യത്തിൽ ഏത് കഠിന ഹൃദയനായിട്ടുള്ള പിതാവാണെന്ന് പറഞ്ഞാലും വട്ടായിപ്പോയി. അപ്പാ ആ കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുകയാണ് യഹോവയിരേ. അതാണ് പ്രത്യാശ, അതാണ് വിടുതൽ, അതാണ് വിശ്വാസം. ഹല്ലേലൂയ. ദൈവം കരുതിയില്ലേ? എപ്പോഴാണ് കരുതിയെന്നൂടെ അവിടെ പറയുന്നുണ്ട്. ഒരു മനുഷ്യന് ചിന്തിക്കുവാൻ അവൻ്റെ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല. വിറക് എല്ലാം അടുക്കി
ഹല്ലേലൂയ. മകനെ ആ വിറകിന്റെ മുകളിൽ കിടത്തി കത്തിയെല്ലാം മുരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവ ഈരേ എന്നുള്ള ആ പ്രഖ്യാപനത്തോടെയാണ് കടന്നു വന്നതെന്ന് ഓർക്കണം. ഹല്ലേലൂയ. വെട്ടുവാനായിട്ട് ആ കത്തി എടുക്കുമ്പോൾ ഇതുവരെയും ദൈവം ഒന്നും കാണിച്ചില്ലേ എന്ന് ചിന്തിക്കാതെ ആരും കാണത്തില്ല. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അങ്ങനെയുള്ള അനുഭവങ്ങൾ പലപ്പോഴും ഉണ്ടായേക്കാം. ഹല്ലേലൂയ. യഹോവയിലെ ദൈവം കരുതിക്കോളെന്ന് പറഞ്ഞ ദൈവം ഹല്ലേലൂയ കരുതിയിട്ടാണ് നിന്നെ അവിടെ വിട്ടത്. ആമേൻ. ആ വിശ്വാസത്തോടുകൂടി വെട്ടുവാൻ കത്തി എടുത്തൊന്ന് പൊക്കിയ സന്ദർഭങ്ങളിൽ ഹല്ലേലൂയ ദൈവം അവിടെ ഇടപെടുകയാണ്. കത്ത് താഴെ ഇടുക. മലയാളത്തിൽ പറയുകയാണെങ്കിൽ മകന്റെ മേൽ കത്തി വെക്കരുത്. ഹല്ലേലൂയ. ഞെട്ടിത്തിരിഞ്ഞ് എവിടുന്ന് വന്ന ശബ്ദമാണെന്ന് ഹല്ലേലൂയ തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടത് അന്ന് യാഗമാക്കുവാനുള്ള ഗുരുവിനെ ആ കാട്ടിൽ ബന്ധിച്ചിട്ടിട്ടാണ്. ഹല്ലേലൂയ. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. നീ ഭാരപ്പെടേണ്ട, പ്രയാസപ്പെടേണ്ട. നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടാണ് ഹല്ലേലൂയ ഈ വലിയ പ്രശ്നത്തിലേക്ക് നിന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. നിനക്ക് ഉൾക്കണ്ണുകൊണ്ട് കാണുവാൻ കഴിയുന്നു ഇത്ര വലിയൊരു ദൈവത്തെ? ആമേൻ. ആകാശം ദൈവത്തിന്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവന്റെ കൈമേലെ പ്രസിദ്ധമാക്കുന്നു. എന്റെ മനുഷ്യ ഹല്ലേലൂയ, നീ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ കിട്ടുകയില്ലാത്ത പ്രവൃത്തിയാണ് ഈ ഉലകത്തിൽ, പ്രപഞ്ചത്തിൽ ദൈവം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്തോത്രം. ഈ ഭാഗങ്ങൾ മുഴുവൻ ചിന്തിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഹല്ലേലൂയ. അതിന്റെ 12ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. അടുത്തൂടെ ഹല്ലേലൂയ. തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിക്കണമേ. ഹല്ലേലൂയ. യഥാർത്ഥത്തിൽ ഒരു മനുഷ്യന്റെ മാനസാന്തരം എന്ന് പറയുന്നതാണ്. ഏത് മനുഷ്യനോട് ചോദിച്ചാലും അവൻ ചെയ്ത തെറ്റുകളെ ഇന്നതാണ് നാം പറയൂ. എൻ്റെ മനുഷ്യ ഹല്ലേലൂയ, ചെയ്തിരിക്കുന്ന തെറ്റുകൾ ഏറ്റു പറഞ്ഞ് എൻ്റെ രക്ഷിതാവിൻ്റെ സന്നിധിയിൽ നീ കടന്നു വരുന്നെങ്കിൽ ഹല്ലേലൂയ നിന്നെ മുഴുവനായിട്ട് സ്വീകരിക്കുകയാണ്. ആ മുടിയനായ പുത്രൻ തിരിച്ചു വന്നപ്പോൾ ഹല്ലേലൂയ ആ പിതാവിന്റെ സന്തോഷം പോലെ ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് ഹല്ലേലൂയ. അപ്പോൾ ഓർക്കണം, അവൻ അവിടെ നിന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സമയത്തുണ്ടായിരുന്ന ആ രീതിയിലല്ല അവനെ കാണുന്നത്. ഹല്ലേലൂയ. നാളുകളായിട്ട് കുളിച്ചിട്ട് പന്നിയുടെ കൂടെ കിടന്ന് ഹല്ലേലൂയ അവന്റെ ദേഹവും അവന്റെ ശരീരവും മുഴുവൻ നാറ്റം വമിക്കുന്ന അവസ്ഥയിലാണ്. ഭാവിയായ ഒരു മനുഷ്യൻ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ അവനെ മൊത്തമായിട്ട് ഏറ്റു പറയുന്ന ഒരു അവസ്ഥയാണ് അവിടെ. അത് പറയുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് നിന്റെ പേര് ജീവപുസ്തകത്തിൽ എഴുതുകയാണ്. പ്രിയ സഹോദര സഹോദരി, നീ നിന്റെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട. എന്റെ അനുഭവത്തിൽ നിന്നാണ് പറയുന്നത്. ആകാശത്തിന്റെ കിളിവാതിലുകൾ തുറന്ന് ഹല്ലേലൂയ എന്റെ അപ്പൻ നിന്റെ അടുക്കൽ വന്ന് ഹല്ലേലൂയ നിനക്ക് വേണ്ടിയത് തരും. ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവും ഈ പ്രപഞ്ചത്തിലില്ല. ഹല്ലേലൂയ. സ്തോത്രം. അതിന്റെ 14ാമത്തെ വാക്യം കൂടെ പറഞ്ഞിട്ട് ഈ ഭാഗം അവസാനിക്കുകയാണ്. അത് ആ വാക്യം ഒന്ന് വായിക്കാം.
ആ എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അവിടെ ദൈവത്തെ ഉപമിപ്പിച്ചിരിക്കുന്നത് റോക്കിനോടാണ്. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ. പിന്നെ യാതൊരു മാറ്റവും അവിടെ ഇല്ല. റോക്കെന്ന് പറയുന്നത് ഉറപ്പാണ്. ഹല്ലേലൂയ. എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, ദൈവസന്നിധിയിൽ പറയുകയാണ്, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും അങ്ങേക്ക് പ്രസാദകരമായി മാത്രമേ ഇനി ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. ഹല്ലേലൂയ. അതൊരു ദൃഢനിശ്ചയമാണ്. ഹല്ലേലൂയ. അതാണ് യഥാർത്ഥ ഒരു മാനസാന്തരം. അതല്ലാതെ എത്ര നാളുകൾ ആലയത്തിൽ പോയിട്ട് ഒരു പ്രയോജനവുമില്ല. കുടം കമഴ്ത്തി വെള്ളം ഒഴിക്കുന്ന പോലെയുണ്ട്. മഴ പെയ്യുന്ന സന്ദർഭങ്ങളിൽ കുടം കമഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ ആ കുടത്തിൽ എന്തെങ്കിലും വെള്ളം വീഴുമോ? ഇല്ല. അത് നേരെ തിരിച്ചു വെക്കണം. എത്ര നാൾ ആലയത്തിൽ പോയിരുന്നാൽ ഈ ദൈവത്തെ കാണുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. പിന്നെയും പാപത്തിലേക്ക് അങ്ങോട്ട് തിരിയും. പാപം കാണുമ്പോൾ പിന്നെയും ആരും ചുറ്റുവല്ലാതെ നോക്കിയിട്ട് ആരും കണ്ടില്ല എന്ന് ഓർത്ത് പിന്നെ അങ്ങോട്ട് പോകും. എന്നാൽ യഥാർത്ഥമായ ഒരു ദൈവസ്നേഹം ഉള്ളിൽ വന്നാൽ ഇവിടെ പറയുന്ന പോലെ തന്നെയാണ്, എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. അതൊരു വലിയ ഡിസിഷനാണ്. ആമേൻ. പാട്ടുകാരൻ ഇങ്ങനെ ഒരു പാട്ട് പാടുന്നുണ്ട്. രക്ഷിതാവിനെ കാൺക പാപി, രക്ഷിതാവിനെ കാൺക പാപി, നിന്റെ കല്ലയോ കുശിന്മേൽ തോന്നുന്നു, നിന്റെ കല്ലയോ ക്രൂശിന്മേൽ തോന്നുന്നു. പാട്ട് പാടണമെന്നുണ്ട്, നമ്മുടെ മുമ്പിൽ സമയമില്ലല്ലോ. അല്ലെങ്കിൽ ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഹല്ലേലൂയ. ഇത്രത്തോളം അടിയങ്ങളെ കൊണ്ടുവന്ന ഞങ്ങളുടെ കരുണയ്ക്കും സ്നേഹത്തിനുമായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഹല്ലേലൂയ. അടിയങ്ങളെ ഞങ്ങളുടെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്ന പിതാവേ, അങ്ങയുടെ ഹിതം അടിയങ്ങളിൽ നിറവേറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ പാറയും എൻ്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എൻ്റെ വായിലെ വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കുമാറാകട്ടെ എന്ന് ധ്യാനിക്കുന്ന പിതാവേ, പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയുടെ തിരുസന്നിധിയിൽ അടിയങ്ങൾ വരുന്ന പിതാവേ, അങ്ങ് കൈക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പിതാവേ, അടിയങ്ങൾക്ക് വേണ്ടി നൽകി തന്ന ഈ സങ്കീർത്തനത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന പിതാവേ, സമർപ്പിക്കുന്ന പിതാവേ, എല്ലാം മുന്നേ സൃഷ്ടിന്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ.